ഈശോ സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നമുക്ക് നോമ്പാചരണത്തെക്കുറിച്ചും ഉപവാസത്തെക്കുറിച്ചുള്ള എല്ലാ ദിവസങ്ങളും നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. തിരുവചനത്തിൽ നമുക്ക് ജോയലിൻ്റെ പുസ്തകത്തിലെ 2-ാം അധ്യായത്തിലെ 15 മുതൽ 17 തിരുവചനങ്ങൾ വായിക്കാം. സിയോനിൽ കാഹളം മുഴക്കുവിൻ, ഉപവാസം പ്രഖ്യാപിക്കുവിൻ, മഹാസഭ വിളിച്ചു കൂട്ടുവിൻ, ജനത്തെ ഒരുമിച്ച് കൂട്ടുവിൻ, സമൂഹത്തെ വിശദീകരിക്കുവിൻ, ശ്രേഷ്ഠന്മാരെ വിളിച്ചു കൂട്ടുവിൻ, കുട്ടികളെയും മുലകുടിക്കുന്ന ശിശുക്കളെയും ഒന്നിച്ചു കൂട്ടുവിൻ. മണവാളൻ തൻ്റെ മണവറയും മണവാട്ടി തൻ്റെ ഓർക്കരയും വിട്ട് പുറത്തു വരട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഉപവാസത്തെക്കുറിച്ചായിട്ടാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. ഈ ദിവസങ്ങൾ മുഴുവൻ തന്നെ നമുക്ക് ഓരോ ദിവസവും ഉപവാസത്തെക്കുറിച്ച് ചിന്തിക്കാം. സിയോനിൽ കാഹളം മുഴക്കുവിൻ, ഉപവാസം പ്രഖ്യാപിക്കുവിൻ, മഹാസഭ വിളിച്ചു കൂട്ടുവിൻ, സമൂഹത്തെ വിശദീകരിക്കുവിൻ. വിശദീകരിക്കുക, സമൂഹത്തെ മുഴുവനായിട്ട് വിശദീകരിക്കുക. കാലഘട്ടത്തിൽ നോമ്പാചരണത്തിൻ്റെ മുഖ്യ ഘടകമാണ് ഉപവാസം. അടുത്ത് വസിക്കുക, അടുത്തായിരിക്കുക എന്നാണ് നമ്മുടെ ഉപവാസം എന്നുള്ള വാക്കിൻ്റെ വാച്യാർത്ഥം, അല്ലെങ്കിൽ അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം അതാണ് വരുന്നത്. 4 തരത്തിലുള്ള ബന്ധങ്ങൾ സൂചിപ്പിക്കുന്ന എന്താണ് വാക്ക്. ആരോടൊക്കെയോ അടുത്തായിരിക്കണം എന്ന് ഓർപ്പിക്കുന്ന 4 കാര്യങ്ങളുണ്ട്. അതിൽ അയൽക്കാരനോടുണ്ട്, പ്രപഞ്ചത്തോടുണ്ട്, എന്നോട് തന്നെയുണ്ട്, ദൈവത്തോട് അടുത്തായിരിക്കണം എന്നുള്ളതുണ്ട്. ഈ 4 ബന്ധങ്ങളാണ് എന്നെ ഞാനാക്കുന്നത്. ഈ ബന്ധങ്ങളിൽ വിള്ളൽ വീണിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പരിഹരിക്കണം. നമ്മൾ ആരും തനിച്ചല്ല. ഒരു മനുഷ്യനും ഏകനായി പോകരുത്. മനുഷ്യ സമൂഹത്തിന്റെ ഭാഗമാണ് ഓരോ വ്യക്തിയും. ജാതി, മത, വർണ്ണ, വർഗ, പാർട്ടി, തൊഴിൽ വ്യത്യാസങ്ങൾക്കെല്ലാം ഉപരി നമ്മളെല്ലാവരും മനുഷ്യരാണ്. ഓരോ മനുഷ്യപ്രകൃതിയിലും മനുഷ്യ സമൂഹത്തിലും നമ്മൾ ഓരോ പങ്കുകാരാണ്. നമ്മൾ വ്യത്യസ്തരല്ല. കാരണം ഒരേ ദൈവത്തിൻ്റെ മുഖം വഹിക്കുന്നവരാണ് നമ്മൾ. അടുത്തു നിൽക്കുന്നത് ശത്രുവല്ല, സഹോദരനാണ് എന്ന് എപ്പോൾ മനസ്സിലാവുമോ അപ്പോഴാണ് രാത്രി അവസാനിച്ച് പകൽ തുടങ്ങുന്നത് എന്ന പുരാതനമായ ഭാരതീയ കാഴ്ചപ്പാട് ഇവിടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം പ്രസക്തമാക്കാനുണ്ട്. നമ്മുടെ അയൽക്കാരനെ ശത്രുവായി കാണുന്ന വഴിതെറ്റിയ ചിന്തകള്, ചിന്തകള് പരിത്യജിച്ച് എല്ലാവരെയും സ്നേഹത്തിലും സഹോദരങ്ങളായി പരിഗണിച്ച് സ്വീകരിക്കാൻ ഉപവാസം നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സഹോദരന്മാർ ഏക മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദമാണ് എന്ന് സങ്കീർത്തനം 133 സങ്കീർത്തനം 1-ാം തിരുവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. നാം എല്ലാം ഒരേ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ഭാഗമാണ്. നമ്മൾ ആരും ഈ ഭൂമിയുടെ അധിപന്മാരല്ല. ഇവിടുത്തെ കൃഷിക്കാരും കാവൽക്കാരുമാണ്. ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയാണ്, എന്താണ് ചെയ്തത്? ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി എന്നേ പറയുന്നുള്ളൂ. അല്ലാണ്ട് അത് മനുഷ്യൻ തീരെ എഴുതി കൊടുത്തു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. എന്നാൽ തിരുവചനം ഈ പ്രപഞ്ചത്തിൽ മനുഷ്യനുള്ള സ്ഥാനവും ഉത്തരവാദിത്വം എന്തെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യനെ ഇഷ്ടം പോലെ ചൂഷണം ചെയ്യാനും നശിപ്പിക്കാനുമായി കിട്ടിയിരിക്കുന്ന ഒരു വസ്തുവല്ല ഈ പ്രപഞ്ചം. മറിച്ച് മനുഷ്യന്റെ നിലനിൽപ്പും സുസ്ഥിതിയും ഈ പ്രപഞ്ചത്തിന്റെ തന്നെ സന്തുലനാവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നു. ഇടയനാടുകളെ എന്ന പോലെ, കർഷകൻ കൃഷിഭൂമി എന്ന പോലെ മനുഷ്യൻ ഈ പ്രപഞ്ചത്തോട് വർത്തിക്കണം. മക്കൾ അമ്മയെ എന്ന പോലെ മനുഷ്യൻ മാതൃഭൂമിയെ സ്നേഹിക്കണം, ആദരിക്കണം, അടുത്തു വസിക്കണം. ഞാൻ ആരെന്നും എൻ്റെ ഉറവിടവും ലക്ഷ്യമെന്തെന്നും ഞാൻ തിരിച്ചറിയണം, അംഗീകരിക്കണം, എന്നോട് തന്നെ ഐക്യത്തിൽ കഴിയണം. ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട ഞാൻ ദൈവത്തിൻ്റെ മകൻ അല്ലെങ്കിൽ മകളാണ് ഞാൻ എന്നുള്ള ചിന്ത എനിക്കുണ്ടായിരിക്കണം. എനിക്കൊരു ലക്ഷ്യമുണ്ട്.
എന്നേക്കും സന്തോഷത്തോടെ ദൈവത്തോട് ഒന്നിച്ചു വസിക്കുക. അതിനായി ഞാൻ എന്നെ തന്നെ ഒരുക്കണം. ഈ ദിവസങ്ങളിൽ നമ്മൾ തന്നെ ഒരുക്കണം. നാശത്തിലേക്ക് നയിക്കുന്ന ആസക്തികളെ തിരിച്ചറിഞ്ഞ് നമ്മളെ തന്നെ നമുക്ക് നിയന്ത്രിക്കണം. എൻ്റെ ഉള്ളിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ നടക്കുന്ന നന്മയും തിന്മയും തമ്മിലുള്ള സംഘടനത്തിൽ നന്മ തിരഞ്ഞെടുത്ത് തിന്മയെ നമുക്ക് കീഴടക്കാൻ സാധിക്കണം. എൻ്റെ സത്വം തിരിച്ചറിഞ്ഞ് അംഗീകരിച്ച് എന്നോട് തന്നെ സമാധാനത്തിൽ കഴിയണം. ഇതാണ് ഉപവാസത്തിൻ്റെ ശരിയായുള്ള അർത്ഥം. ഇതിനേക്കാൾ എല്ലാ പ്രധാനപ്പെട്ടതും ഇവിടെയെല്ലാം അടിസ്ഥാനമാണ് നമുക്ക് നമ്മുടേതായ മറ്റൊരവസ്ഥ. ഞാനും ദൈവവുമായുള്ള ബന്ധം. ദൈവമാണ് എല്ലാറ്റിൻ്റെയും ഉറവിടം എന്നുള്ള സത്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. എല്ലാറ്റിൻ്റെയും ലക്ഷ്യവും ദൈവം തന്നെ. അവിടുത്തെ തിരഹിതമാണ് എല്ലാവർക്കും എല്ലാറ്റിൻ്റെയും ജീവിത നിയമം. ഈ സത്യം അംഗീകരിക്കുക, ദൈവഹിതം ജീവിത നിയമമായി സ്വീകരിക്കുക തന്നെ യഥാർത്ഥമായ ഉപവാസത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ തന്നെ നയിക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്ന ചോദ്യത്തിന് യേശു നൽകിയ മറുപടിയുണ്ട്. സ്നേഹം എന്ന പ്രമാണത്തിൻ്റെ അതുല്യ പ്രാധാന്യം അവിടെ വ്യക്തമാക്കുന്നുണ്ട്. അടുത്തു വസിക്കുവാനുള്ള അവസരമാണ് ഉപവാസം. അതിനെ ഏതാനും ചടങ്ങുകൾ മാത്രമായി വെട്ടിച്ചുരുക്കരുത്. ഭക്ഷണം ത്യജിക്കുന്നതിനാണല്ലോ സാധാരണ ഉപവാസം എന്ന് പറയുന്നത് എന്ന വാക്കുകൊണ്ട് മനസ്സിലാക്കുക. അത് ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിക്കുന്നതാവാം, ഒരു ദിവസം മുഴുവൻ ഉപേക്ഷിക്കുന്നതാവാം. ഇതെല്ലാം അടയാളങ്ങളാണ്, വെറും അടയാളങ്ങൾ മാത്രമാണ്. യഥാർത്ഥ ഉപവാസത്തിന് സഹായമാവുന്ന അടയാളങ്ങൾ മാത്രം. എന്നാൽ ദൈവത്തോടും സഹജീവികളോടും സൃഷ്ടപ്രപഞ്ചത്തോടും എന്നോട് തന്നെയും അടുത്തു വസിക്കുന്നത് എന്തോ അതാണ് ഉപവാസം. അതാണ് യഥാർത്ഥ സന്തോഷത്തിനും സമാധാനത്തിനും നിദാനമെന്ന് ഈ നോമ്പുകാലം നമ്മളെ എന്നും ഓർമ്മപ്പെടുത്തട്ടെ. ഈ നോമ്പുകാലത്തിൽ നമുക്ക് ദൈവത്തോട് വസിക്കുക, ദൈവത്തോട് ഒപ്പം ചേർന്നിരിക്കുവാനുള്ള ഒരു സാഹചര്യം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഈ നോമ്പ് കാലഘട്ടത്തിൽ ഞങ്ങൾ അങ്ങോട്ടുമായി ചേർന്നിരുന്നു കൊണ്ട്, അങ്ങോടൊപ്പമായിരുന്നു കൊണ്ട് ഞങ്ങളുടെ ഉപവാസ ജീവിതത്തിലേക്ക് കടന്നു പോകാനായിട്ട് അങ്ങോടൊപ്പം നേരുന്നു കൊണ്ട് അങ്ങോട്ട് ആ പാരഡൈസിലേക്ക് ചെന്നു ചേരാനുള്ള ആ വലിയൊരു വിളി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് യാചിക്കുന്നു. ഉപവാസത്തോടുകൂടി ആയിരിക്കാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രൈസ് ദി ലോർഡ്.